ഞങ്ങളിതാ കോൺഗ്രസിൻ ഭടന്മാർ. നവഭാരത ശില്പികളായി ഭാരത നന്മയ്ക്കായി വരുന്നു ഞങ്ങളിതാ കോൺഗ്രസിൻ ഭടന്മാർ, നവഭാരത ശില്പികൾ. അതുകൊണ്ട് ഒട്ടേറെ സംഘടനകളുടെ നേതൃസ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിത്വം. ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്നും എന്താണോ സമൂഹം പ്രതീക്ഷിക്കുന്നത് അത് അക്ഷരാർത്ഥത്തിൽ നിർവഹിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ വി ഡി സതീശനിലൂടെ ഇന്ന് സ്നേഹബന്ധം എപ്പോഴും പുലർത്തുന്ന എന്നും ഈ ബന്ധപ്പെട്ടകത്ത് പുറത്തും വ്യക്തിപരമായിട്ടും ഇവരെല്ലാം എൻ്റെ അനിയന്മാരെ പോലെ അങ്ങനെ അവർ എന്നെ കാണുന്നത്. ഞങ്ങൾക്ക് തമ്മിലുള്ള ബന്ധങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല, സ്നേഹം മാത്രമാണ്. സ്നേഹത്തിന് അഭിസംബോധന ഞാൻ വിനയപൂർവ്വം ഞാൻ ശ്രമിക്കുന്നു. നമുക്കെല്ലാവർക്കും MLA അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ വി ബാലഗോപാൽ, ജനറൽ സെക്രട്ടറി ശ്രീ KS സാബു, സദസ്സിലുള്ള ശ്രീ രവി ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, സഹോദരങ്ങളെ, പത്രാധിപരുടെ ഓർമ്മകൾക്ക് മുന്നിൽ, ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഈ അവസരത്തിൽ ആദരവുകൾ അർപ്പിക്കുകയാണ്. ഇന്ന് പത്രാധിപരുടെ അനുസ്മരണ യോഗം ചേരുമ്പോൾ ഞാൻ വേദിയിലിരുന്ന് ആലോചിച്ചത്, കേരളത്തിലും ഇന്ത്യയിലും എത്രമാത്രം പത്രാധിപന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും എത്രമാത്രം പത്രാധിപരുണ്ട്. പക്ഷെ മലയാളികളുടെ മനസ്സിൽ ഒരു പത്രാധിപരുണ്ട്, അത് ശ്രീ KS സുകുമാരനാണ്. എന്നും അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷവും പത്രാധിപർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥമില്ല. ഞങ്ങൾ കോൺഗ്രസിൽ പറയും, കോൺഗ്രസിൽ ഒരുപാട് CLP ലീഡർമാർ വരും. AK ആന്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല, ഇപ്പം ഞാൻ CLP ലീഡറാണ്. ക്ഷോഭത്തിലാണ് പുളത്തൂരിൽ നടത്തിയ ആ മനോഹരമായ ആ പ്രസംഗം, ആ ഒറ്റ പ്രസംഗം മാത്രം മതി എക്കാലവും പ്രൗഡ് മീഡിയ എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളെ വാച്ച് ചെയ്യാൻ, നമ്മളെ നിരീക്ഷിക്കുക, നമ്മുടെ സ്വഭാവം, നമുക്കിഷ്ടമുള്ള പാട്ട്, ഇഷ്ടമുള്ള സിനിമ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ രാഷ്ട്രീയം, ഇതെല്ലാം മനസ്സിലാക്കി തന്ന് ആ മീഡിയത്തിലൂടെ ഫിലിപ്പൈൻസിലെ ഏകാധിപതിയായ ഭരണാധികാരികൾ അവരെ ബുദ്ധിമുട്ടിച്ചത്, പ്രയാസപ്പെടുത്തിയത്, ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയും ഇന്നത്തെ ഈ ക്ലൗഡ് മീഡിയയും ലോകത്തിലെ ഏകാധിപതികളായ നേതാക്കന്മാർ എങ്ങനെയാണ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തി എഴുതിയ പുസ്തകമാണ്. വളരെ മനോഹരമായ പുസ്തകമാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഏകാധിപതികൾ, അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തുണ്ടായിരുന്ന നേതാക്കൾ, ഇതുപോലെ ഏകാധിപതികളായ നേതാക്കൾ, ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ തുടങ്ങിയ പോൾപോട്ടിനെ പോലുള്ള നേതാക്കൾ, അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ. പുതിയ ഫോർമാറ്റാണ്. അന്ന് ചെയ്തത്